ഹലോ ലേണേഴ്സ്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 11 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇതിന് മുന്നേയുള്ള നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആകെ ഒരു ചാപ്റ്ററാണ്, ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ബിസിനസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യമേ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ എന്താണ് ബേസിക്കലി ചാപ്റ്ററിലെ ഹെഡിംഗ് എന്ന് മനസ്സിലാക്കുക, ദാറ്റ് ഇസ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇന്റേണൽ ബിസിനസ് എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ 10ാമത്തെ ചാപ്റ്ററിൽ കണ്ടു ഇന്റേണൽ ട്രേഡ് എന്താണ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ അടുത്തത് ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ളത്. ഇന്റർനാഷണലി ബിസിനസ് നടത്താനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ആരും ഡൊമസ്റ്റിക് ബിസിനസ് നടത്തിയില്ല അല്ലെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണുമായിരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രാൻസാക്ഷൻസിന് മേളിൽ, റൈറ്റ്? സോ അതൊക്കെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ ഇന്റർനാഷണൽ ഫേമുകൾക്ക് എന്തൊക്കെ സ്കീമുകളും ഇൻസെന്റീവുകളും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പഠിക്കും. അതേപോലെ ഇന്റർനാഷണൽ ബിസിനസിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം, ഏതൊക്കെ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവയുടെ റോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ കാണും. അതേപോലെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ മേജർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഇത്ര കാര്യങ്ങളാണ് ഒട്ടാകെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഏറ്റവും ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം പണ്ടത്തെ പോലെയല്ല അല്ലെ. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വാച്ച് വേണം, നമുക്ക് വാച്ച് എന്തെങ്കിലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് വേണം, വാച്ചോ ഡ്രസ്സോ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ട്രഡീഷണൽ കോൺസെപ്റ്റ് വിചാരിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഏതെങ്കിലും റിലേറ്റീവ് നമുക്ക് പുറത്തുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതൊരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് വളരെ നമ്മൾ കെയർഫുള്ളി വളരെ പ്രീഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന ഇമ്പോർട്ടഡ് ഗുഡ്സ്. പക്ഷേ ഇന്ന് അതുപോലെയാണോ? അല്ല. ഇമ്പോർട്ടഡ് ഗുഡ്സ് നമുക്ക് അവിടെ വിദേശത്തുള്ള സാധനം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും അത് അവൈലബിൾ ആണ്. നമുക്ക് ഒരിക്കലും പുറത്തുള്ള വിദേശത്തുള്ള ആ മാമനെയോ അങ്കിളിനെയോ ആന്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്? അതേ എന്ത് കാര്യത്തിലാണെങ്കിലും ടെക്നോളജി ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്ത് സാധനത്തിനെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വിരൽ തുമ്പി തന്നെ ഒരു വൺ ക്ലിക്ക് കൊണ്ട് നമ്മുടെ വീട്ടിൽ എത്തിക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു ഫലമാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കാണുന്നത്, റൈറ്റ്? അത് എന്താണ് ബേസിക്കലി ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ട്രീറ്റിംഗ് ദ വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്. അതായത് ഈ ലോകമൊട്ടാകെ നമ്മൾ ഒരു സിംഗിൾ മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഗ്ലോബലൈസേഷന്റെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നത്. അതായത് നമ്മൾ ഏത് കൺട്രിയിൽ നിന്ന് വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും ആ പെർട്ടിക്കുലർ ടാക്സേഷനും ഡ്യൂട്ടീസും ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ നാട്ടിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ പോലെ അതൊരു വലിയൊരു പ്രോസസ് അല്ല, അല്ലെങ്കിൽ ഒരു ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കറിയാം ഗ്ലോബലൈസേഷൻ വന്ന ഏത് കാലഘട്ടത്തിലാണ്? ഇറ്റ് വാസ് ഇൻ 1991. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് LPG എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത്. ദാറ്റ് ഇസ് LPG എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ അതിന്റെ അകത്ത് ഗ്ലോബലൈസേഷൻ എന്താ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഫാക്ടർ. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി ട്രീറ്റിംഗ് ദ വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് പലപ്പോഴും നമ്മൾ സോഷ്യലായിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതും വന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ 1991 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രീറ്റിംഗ് ദ വേൾഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാർ ആയിട്ടുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ദൂര സ്ഥലത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുവന്നാൽ കണ്ടിട്ടുള്ളൂ നമ്മൾ. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് നമ്മളെല്ലാവർക്കും ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ പോസിബിൾ ആകാവുന്നേ ഉള്ളൂ. വിദേശത്തുള്ള ഒരു വാച്ചോ അല്ലെങ്കിൽ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടും എന്നതേ ഉള്ളൂ, പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ. സോ അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മീനിങ് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുണ്ട്, ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് വിളിച്ചത്, റൈറ്റ്? സോ അപ്പം ഇന്ത്യയിൽ തന്നെ ഇന്റർ കൺട്രി ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US ആയിട്ടോ അതല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് മാത്രമല്ല നമുക്കിപ്പോൾ വേറെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ചൈനയോ നേപ്പാളോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ കൺട്രീസുമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദോസ് ആർ കോൾഡ് ആസ് ഇന്റർനാഷണൽ ബിസിനസ്. ഈ നമ്മളൊന്ന് ആലോചിച്ച് എന്തിനായിരിക്കും നമ്മൾ ഇന്റർനാഷണലി ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പം വൈ ഷുഡ് വി ഗോ ഇന്റർനാഷണൽ എൻജോയ് കഴിഞ്ഞാൽ? തീർച്ചയായും അതിന്റെ ഒരേ ഒരു ആൻസർ എന്ന് പറയാനുള്ളത് ദാറ്റ് ഈസ് ഗ്രോത്ത്. അപ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ ഒരു ബിസിനസ് ഇടുന്ന ഒരു വ്യക്തി, നമ്മുടെ ഇപ്പോൾ ലോക്കലി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോട്ടയത്ത് ഒരു ബിസിനസ് ഇട്ടു, നമ്മളൊരു ഷോപ്പ് ഇട്ടു. ഇനി ഗ്രാജുവലി അതിന്റെ ഒരു ഹയർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ ഓരോ ഷോപ്പുകൾ ഇടുന്നു, ഓരോ ജില്ലകളിലായിട്ട് നമ്മൾ ഇടുന്നു അല്ലെ. ഇനി കേരളം നമ്മൾ പിടിച്ചെടുക്കി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നാഷണൽ ലെവലിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മുടെ ഷോപ്പുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇട്ടു. അപ്പോൾ ഇത്രയും സ്റ്റേജസ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ചിന്ത വരും അടുത്തതായിട്ട് നമുക്ക് ഇന്റർനാഷണലി ഗ്ലോബലി പോയാലോ എന്ന് നമുക്കൊരു ചിന്ത വരും അല്ലെ. ഗ്ലോബൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പം ഇത് ഒരു റീസൺ ആവാം. ഏതൊരു സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കാലഘട്ടത്തിലും തുടരാൻ അവർ ചിലപ്പം ആഗ്രഹിക്കുകയില്ല. അപ്പോൾ ഇന്റർനാഷണലി മൂവ് ചെയ്താൽ മാത്രമാണ് അവർക്ക് റവന്യൂ വൈസ് ആണെങ്കിലും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ അടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ എപ്പോൾ ഡിഫറൻസ് എഴുതിയാലും നമ്മളുടെ ആ ഒരു ബേസിസ് കോളത്തിനെ ഒരിക്കലും വിട്ട് മറന്നേക്കല്ലേ. ബിക്കോസ് ബേസിസ് കോളം എഴുതി നല്ല നീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതും അല്ലാതെ വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ പാരഗ്രാഫ് എഴുതുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്റർനാഷണൽ ബിസിനസ് അതേപോലെ ഡൊമസ്റ്റിക് ബിസിനസ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ബേസിസ് കോളത്തിൽ എന്താ എഴുതുക, അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ബേസിസ് കോളത്തിൽ എഴുതാനുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദാറ്റ് ഇസ് നാഷണാലിറ്റി ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നാഷണാലിറ്റി. ഓക്കെ. സോ അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മുടെ ഒരു ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്ന് നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ക്യാരി ചെയ്യുന്നത്. സോ അവിടുത്തെ ഒരു നാഷണാലിറ്റി, കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് കൺട്രി ആവാം. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ആണെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്നത് ഒരു ആഫ്രിക്കക്കാരനായിരിക്കാം. അതേപോലെ ഒരു ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ഒരു US ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യുമ്പോൾ നമ്മൾ
നമ്മളൊരു ഇന്ത്യൻ കസ്റ്റമർ ആണ് അല്ലെ, അപ്പം ഡിഫറെന്റ് ആണ്, നാഷണാലിറ്റി ഡിഫറൻസ് ആവാം എന്നാണ്, എപ്പോഴും ആവണം നിർബന്ധമൊന്നുമില്ല, ഇറ്റ് മേ ഹാപ്പൻ അല്ലെ, ഡിഫറൻസസ് ഒക്കെ എന്നാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത്. ഇനി ഡൊമസ്റ്റിക്കിലാണെങ്കിലോ ഇവിടെ തീർച്ചയായും ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ ഇവിടെ സെയിം നാഷണാലിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, സെയിം നാഷണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അവിടെ ഗുഡ്സ് സെല് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പം ഡൽഹിയിൽ ഇരിക്കുന്ന ആൾ കേരളത്തിൽ ഇരിക്കുന്ന ആൾക്ക് സെല് ചെയ്യുവാണെങ്കിൽ അവിടെ നാഷണാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതേപോലെ രണ്ടാമതാണ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നാഷണാലിറ്റി ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവിടുത്തെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് ആണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കോമൺ റൂൾ ഇല്ല അല്ലെ, നമ്മളിപ്പോൾ കമ്പനിയിലെ സാധനങ്ങൾ ഇപ്പോൾ ആര് മേടിക്കുന്നു നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഇവിടുന്ന് സെല് ചെയ്യുന്ന ഒരു സാധനം ചിലപ്പം USA ഇരിക്കുന്ന ഒരു മലയാളി ആയിരിക്കും മേടിക്കുന്നത് അല്ലെ, ഒരു ഇന്ത്യക്കാരനായിരിക്കും മേടിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവിടെ നാഷണാലിറ്റിനെ പറ്റി നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി ഡിഫറെന്റ് ഓർ ഇറ്റ് മേ ബി സെയിം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നമുക്ക് ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു US കമ്പനി ആയിരിക്കും, അത് ഡൊമസ്റ്റിക് കമ്പനിക്ക് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിനെ കൊടുക്കുള്ളൂ എന്നൊരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെയും സെയിം ആണ്, ഇറ്റ് മേ ബി ഡിഫറെന്റ് ഓർ സെയിം. ഇനി മൂന്നാമതാണ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് നമ്മൾ കണ്ടു, റൈറ്റ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി ഇവയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇതിന് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇന്റർനാഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വൈഡ് മൊബിലിറ്റിയാണ്, വൈഡ്ലി നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. ലാൻഡ് ആയാലും ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും നമുക്ക് ആവശ്യം അനുസരിച്ച് ഏത് കൺട്രിയും നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് വൈഡ് ചോയ്സ് ഉണ്ട്. അതേ സ്ഥാനത്ത് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലോ വിതിൻ ദ നേഷൻ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു രീതിയിലുള്ള സെലക്ഷൻ ആണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ അത് വൈഡ് എന്ന് പറയുമ്പോൾ ഇതിനെ നാരോ സെലക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും, നാരോ മൊബിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നാലാമത്താണ് കസ്റ്റമേഴ്സിന്റെ നേച്ചർ, കസ്റ്റമേഴ്സിന്റെ ഒരു സ്വഭാവം എന്താണ്? ഇന്റർനാഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ബിലോങ്സ് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ്, അതായത് പല തരത്തിലുള്ള പല ലാംഗ്വേജുകളും പല രീതികളും ബിലീഫ്സും കസ്റ്റംസും ആറ്റിറ്റ്യൂഡ്സും ഉള്ള കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റിയാണ് ദേ ആർ വേരിഡ് ഇൻ നേച്ചർ, അതായത് അവ ഒത്തിരി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, അവരുടെ വിശ്വാസങ്ങൾ അതേപോലെ തന്നെ അവരുടെ രീതികൾ എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ടോട്ടലി നമ്മളിപ്പോൾ ഏലിയന്റെ ഒക്കെ സിനിമ കാണുന്ന പോലെ അല്ലെ, നമുക്കൊരു ഫോറിനറുമായിട്ട് നമ്മുടെ കൾച്ചർ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിന് വലിയ കൂടുതൽ ഡിഫറൻസ് കാണിയില്ല അല്ലെ. ഇപ്പം അഫ്കോഴ്സ് നമുക്കറിയാം, ഇപ്പം നമുക്ക് ഡൽഹിയിലുള്ള ആളെ പോലെ അല്ല കേരളത്തിലുള്ള ആളുടെ ഫുഡ് ഹാബിറ്റ്സും ഡ്രസ്സിംഗ് ഹാബിറ്റ്സും ഒക്കെ ഡിഫറെന്റ് ആണ്, റൈറ്റ്? സോ ബട്ട് എന്നാലും ഇവിടെ സം സോർട്ട് ഓഫ് ഫെമിലാരിറ്റി ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട് എന്ന് വേണം പറയാൻ അല്ലെ. ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണ് ഇന്റർനാഷണൽ എങ്കിൽ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അവ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന് തന്നെ ഒരു വേറൊരു വൺ വേർഡിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എഴുതാൻ പറ്റും, അതായത് ഇവിടെ ഹെട്രോജീനിയസ് ആണ് എന്ന്. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ചിലപ്പം ഡീൽ ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹെട്രോജീനിയസിന്റെ തന്നെ അടുത്ത ഒരു ഓപ്പോസിറ്റ് വേർഡ് ആണ് ഹോമോജീനിയസ്. അപ്പൊ എന്താണ് അവിടെ സിമിലാരിറ്റി എന്നൊക്കെ തന്നെയാണ് ഉദ്ദേശം വരുന്നത് കേട്ടോ, മീനിങ് സെയിം തന്നെയാണ്, ജസ്റ്റ് ഒരു ഒറ്റ വാക്കിൽ എഴുതാനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡിഫറൻസസ് ഇൻ ബിസിനസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, അതായത് ബിസിനസ് സിസ്റ്റത്തിന്റെ വ്യത്യാസങ്ങൾ അല്ലെ, അക്കൗണ്ടിംഗ് രീതികൾ വ്യത്യാസമാവാം. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തതാണ് ഗ്യാപ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷേ അതിൽ നിന്ന് IFRS മാറുന്ന കഥയൊക്കെ നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ടാവാം, റൈറ്റ്? സോ അതിന്റെ അർത്ഥം എന്താണ്? ഹോൾ വേൾഡിനെ ഒരു സിംഗിൾ ഒരു ബിസിനസ് രീതിയിലോട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ അക്കൗണ്ടിംഗ് രീതി എല്ലാം ഡിഫറെന്റ് ആയിരിക്കാം, അവിടുത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് അവിടെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. അതേപോലെ ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിലോ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു സിമിലാരിറ്റി പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് മേ ബി ഡിഫറെന്റ് ആസ് പെർ കൺട്രീസ്. ഇപ്പം നമ്മൾ ഡെവലപ്ഡ് കൺട്രിയാണ് നോക്കുന്നെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ബിസിനസ് സിസ്റ്റം ആയിരിക്കും റൺ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മളെക്കാളും വളരെ കുറഞ്ഞ ഒരു സിറ്റുവേഷൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായും അവ ഫോളോ ചെയ്യുന്ന ബിസിനസ് സിസ്റ്റവും അതുപോലെ ലൂസ് ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ആറാമത്തെ പോയിന്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ബിസിനസ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്. ഇതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഗവേൺ ചെയ്യുന്ന റെഗുലേഷൻസ് പോളിസീസ് എന്താണ്? ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് കൺട്രി. നമ്മൾ ഏത് രാജ്യത്ത് ബിസിനസ് നടത്തുന്നു ആ കൺട്രിയുടെ റൂൾസും പോളിസീസ് അനുസരിച്ച് വേണം നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ എന്ന് ചുരുക്കം. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിലോ ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിലോ നമുക്കറിയാം നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന റൂൾസും പോളിസീസിനേക്കാളും കൂടുതൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ എന്താണ് പോലീസ് സിസ്റ്റവും പിന്നെ മെയിൻലി പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ പോയാലും ബിസിനസ് കണ്ടക്ട് ചെയ്താലും അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് നമ്മൾ എതിരെ ഒരിക്കലും നിൽക്കാൻ പാടില്ല, നമ്മുടെ ബിസിനസ്സുകൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ പ്രിവെയിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇത് എഴുതാൻ പറ്റുന്നത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഡൊമസ്റ്റിക് റൂൾസ് ആൻഡ് പോളിസീസ്. അപ്പൊ ഏത് നാട്ടിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി റൂൾ ചെയ്യുന്നു അതനുസരിച്ചൊക്കെ നമ്മുടെ ബിസിനസിനെ മോൾഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഈ അടുത്തായിട്ട് ഏഴാമത്തെ പോയിന്റ് ആണ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു ഇന്റർനാഷണൽ, അപ്പൊ ഏതൊരു കൺട്രിയും അവരുടെ രാജ്യത്തിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. അവരുടെ രാജ്യത്തിലെ ആൾക്കാർ നടത്തുന്ന ബിസിനസ്സുകൾ സ്ഥാപനങ്ങൾ ഇവയെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം റിസ്ക് എന്ന് പറയുമ്പോൾ റിസ്ക് ഇസ് ഹൈ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നമ്മളൊരു വേറൊരു കൺട്രിയിൽ ചെന്ന് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അവിടെ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, ബിക്കോസ് റിസ്ക് ഇസ് ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ ഡൊമസ്റ്റിക്കലി ആണെന്നുണ്ടെങ്കിലോ തീർച്ചയായും സ്കോപ്പ് ഫോർ റിസ്ക് ഇസ് ലെസ് ബട്ട് ഡിപെൻഡിങ് അപ്പോൺ ദ പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ബിസിനസ് നടത്താം എന്നാണ് തോന്നുന്നത്, ഒരിക്കലും അല്ല. നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തണമെങ്കിൽ തന്നെ എന്താണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മൾ ബിലോങ് ചെയ്യുന്നോ അവരുമായിട്ട് സൗമ്യത്തോടെ ഇരുന്നാൽ മാത്രമാണ് നമുക്കത് പോസിബിൾ ആവത്തുള്ളൂ. ഇനി
മൂന്നാമത്തെ പോയിന്റ് ആണ് ദാറ്റ് ഇസ് കറൻസി യൂസ്ഡ് ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ പോയിന്റ് അല്ലേ, ആരും പറയാൻ തന്നെ അറിയാം. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കറൻസി ഏതായിരിക്കും? ഇറ്റ് വിൽ ബി ദ ഫോറിൻ കറൻസി. ഏത് ഫോറിൻ കറൻസിയാണ് നമ്മൾ ഏത് രാജ്യത്താണ് ബിസിനസ് നടത്തുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ കറൻസി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. അതേപോലെ ഡൊമസ്റ്റിക് ആണെങ്കിലോ തീർച്ചയായും നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നതും ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്നതും. ഇനി നമ്മുടെ സാധനം മേടിക്കുന്നത് ഒരു ഇന്റർനാഷണൽ കസ്റ്റമർ ആണെങ്കിൽ പോലും അവരും നമുക്ക് പേ ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് കറൻസിയിൽ തന്നെ ആവണം എന്നാണ് നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ഡിഫറൻസസ് ആയിട്ട് പഠിച്ചത്. അപ്പം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ഇത് പലപ്പോഴും നമുക്ക് എസ്എ ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾ നോക്കിക്കുക, നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ 1-2 പേജോ നമ്മൾ വാരി വലിച്ചെഴുതിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഓക്കെയാണ്. ബട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇതുപോലെ റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ വളരെ നമുക്ക് സ്കോറിംഗ് ഈസിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് മെർക്കൻഡൈസിന്റെ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇനി എന്താണ് മെർക്കൻഡൈസ് എന്താണ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടാഞ്ചിബിൾ ഗുഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നമുക്ക് ഏകദേശം അറിയാം അല്ലെ, അക്കൗണ്ട്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഇപ്പം ഡ്രൈവ് ചെയ്ത് നോക്കുമോ, അപ്പോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ കാണാനും തൊടാനും ഒക്കെ പറ്റും. ഡ്രൈവ് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്താൽ മതി. റൈറ്റ്. സോ അങ്ങനത്തെ ഗുഡ്സിനൊക്കെ പറയുന്നതാണ് ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സിനെ വിളിക്കുന്നതാണ് നമ്മൾ മെർക്കൻഡൈസ് എന്ന്. അപ്പോൾ നമുക്കറിയാം മെർക്കൻഡൈസിനെ നമുക്ക് ഇന്റർനാഷണലി നമ്മൾ സെല് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്പൈസസ് ആണ് നമ്മുടെ ഇവിടുന്ന് സെല് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂവലിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടേഴ്സ് ആണ്. സ്പൈസസ് നമ്മൾ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്നു, ഫ്യൂവലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ബിക്കോസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് മനസ്സിലാക്കുക. ഇന്റർനാഷണലി നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട്. അതുകൂടാണ്ട് രണ്ടാമതാണ് സർവീസ് സെക്ടർ. നമ്മൾ പല സർവീസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, എക്സ്പോർട്ടും ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ സ്വീകരിക്കാറും ഉണ്ട്. അവ എന്തൊക്കെയാണ്? ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബേസിക്കലി ഇൻടാഞ്ചിബിൾ ആണ് അല്ലെ. ടാഞ്ചിബിൾ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് ഇൻടാഞ്ചിബിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ഈ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂല അല്ലെ, പക്ഷേ തീർച്ചയായും നമ്മൾ ആ സേവനങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവയെ നമ്മൾ വിളിക്കുകയാണ് സർവീസസ് ഓർ ഇൻടാഞ്ചിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി അവ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ കാണാൻ പറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. ഇന്റർനാഷണൽ ട്രേഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ദാറ്റ് ഇസ് ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അത് ഓൾറെഡി നമുക്ക് അറിയാലോ, നമ്മുടെ ഒരു നേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഹബ്ബ് തന്നെയാണ്. റൈറ്റ്. സോ ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ദെൻ വേരിയസ് ബിസിനസ് സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് മൂന്നാമത്തെ ലൈസൻസ്. ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി രണ്ട് കാര്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടായിട്ട് പഠിക്കും. ലൈസൻസ് പേര് ലൈസൻസ് എക്സാമ്പിൾ യുഎസിൽ പ്രൊഡ്യൂസ് ചെയ്യും. കമ്പ്യൂട്ടർ എക്സാമ്പിൾ പറയുകയാണ് പെപ്സി എന്താണ് ഒരു എംഎൻസി. നമ്മുടെ ഇവിടെ ഇന്ത്യൻ യുഎസ് പ്രൊഡ്യൂസ് ചെയ്യുക അവർ ചെയ്യുകയാണ്. യുഎസിലെ കമ്പനികൾ യുഎസിനെ അടുത്തുകൊണ്ട് അവരുടെ ബ്രാഞ്ചസും സാധിക്കും. അതുകൊണ്ട് അവരുടെ ഈ ഒരു പ്രൊഡക്ട്സ് സെല് യൂസ് ലൈസൻസ് ചെയ്യാം. പക്ഷെ എന്താണ് ഇവരുടെ ഇതേ ബ്രാൻഡ് നെയിമിലായിരിക്കും തോന്നിയപടി. ഇപ്പം യുഎസിനെ സെല് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിട്ടുള്ള എന്താണ് ഈ കാർബണൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഇന്ത്യക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും പേര് വെച്ച് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ സെല് ചെയ്യാനുള്ള അവരുടെ അതേ പേര് ക്വാളിറ്റി പ്രൈസിംഗ് സിസ്റ്റം എല്ലാം മാത്രം. ഇതാണ് ബേസിക്കലി ലൈസൻസിംഗ്. ലൈസൻസിംഗ് എന്താണ്? ഫ്രാഞ്ചൈസി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെയിൻ കമ്പനി ഉണ്ടെന്ന് വെച്ചു, അത് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരു കമ്പനി ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ആകും. അതിന്റെ ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മുടെ ലോക്കൽ ഏരിയയിൽ ഒരു കമ്പനിയുടെ അത്രയും വലുപ്പമൊന്നും ഇല്ലേക്കാൾ ആയിട്ടുള്ള ഒരു ഇവിടെ എടുക്കാതിന്റെ കാര്യത്തിലും ഡിസൈഡ് ചെയ്തത് മെയിൻ കമ്പനിയാണ് നമ്മൾ ഫ്രാഞ്ചൈസിംഗ്. അടുത്തായിട്ട് നമ്മൾ ഫോറിൻ പേര് തന്നെ രണ്ട് കോൺസെപ്റ്റ് ആണ് ഇവിടെ. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ട്രേഡ് നമ്മൾ തുടങ്ങിയതിന്റെ പിന്നിലുള്ള അഡ്വാൻറ്റേജ്. ഇതിന് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതേപോലെ ഞാൻ രണ്ട് രീതിയിലാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലാക്കുക. നമ്മുടെ ഡയറക്ട്ലി എന്തെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി ബിൽഡിങ്ങിലും അങ്ങനത്തെ കാര്യം ഡയറക്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഇതിൽ കാണുന്ന സാധനങ്ങൾ അർത്ഥം ഷെയർസിന്റെ അർത്ഥം ഒരു ഇന്ത്യൻ കമ്പനി അതൊക്കെ കമ്പനീസ് എന്ന് പറയുമ്പോൾ കൺട്രീസിനായിട്ടുള്ള ആൾക്കാരെ അതൊക്കെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർസ് അതിന് നമുക്ക് ഇത്ര കിലോ ഷെയർ മേടിക്കാം. ഇൻവെസ്റ്റ് എന്തെങ്കിലും മേളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് ഇന്റർനാഷണൽ ബിസിനസ് വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്കറിയാം. ബിസിനസ് നമ്മൾ ഇന്റർനാഷണൽ രണ്ട് കൺട്രീസ് ബെനിഫിറ്റാണ്. ആദ്യമേ നമ്മൾ രണ്ടാമത്തായിട്ട് നമ്മൾ അതായത് നേട്ടങ്ങളൊന്നും. ഇനി ഈ ഫേമുകൾക്ക് പേഴ്സണലി എന്താണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ആണ് ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഒരു ഫോറിൻ പൈസ നമ്മുടെ കയ്യിലോട്ട് ആദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കി ഇന്ത്യക്ക് രണ്ടോ അവൻ യുഎസുമായിട്ട് ബിസിനസ് നടത്താം, അതല്ല എങ്കിൽ നേപ്പാളുമായിട്ട്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് ഏത് കൺട്രി ആയിട്ട് അതിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള യുഎസുമായിട്ടാണ് ഡെവലപ്ഡ് ആയിട്ടുള്ള നേപ്പാളുമായിട്ട് തീർച്ചയായും നമുക്ക് ആവുന്നത് യുഎസുമായിട്ടുള്ള. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ $20 അതല്ലെങ്കിൽ മറിച്ച് ചിന്തിച്ച് ഒരു യുഎസ് ഡോളർ എന്ന് പറയുന്നത് തുല്യമാണ് അറിയാൻ ഏകദേശം നമ്മൾ ഒരു $7. അതാണ് നമ്മൾ ഒരു $1 ട്രേഡിംഗ് വെച്ച് നോക്കിയാണ് അങ്ങനത്തെ ഇക്കോണമി ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് അണ്ടർ ഡെവലപ്ഡ് നേഷൻ. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് ആണ് മോർ എഫിഷ്യന്റ് റിസോഴ്സസ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ മാൻ പവർ നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാരെ ആൾക്കാരെ എംപ്ലോയ്ഡ് വേണം നിയമിക്കാം. അതേപോലെ അവരുടെ ഹെഡായിട്ട് അവരുടെ കമ്പനി അവരുടെ സുപ്പീരിയർ നാഷണൽ അതുവഴി എന്താ സംഭവിക്കുന്നത് ആണ് ഓഫ് കോഴ്സ് സ്റ്റാൻഡേർഡ് ഓഫ് പറയാതിരിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് തീർച്ചയായും പറയുന്ന റവന്യൂ ഇൻകം ഓൺ ചെയ്യും. രണ്ട് രാജ്യങ്ങളിലെയും ഓഫ് ലിവിംഗ് ആവുക. ലാപ്ടോപ്പൊക്കെ രൂപയുടെ എന്തെങ്കിലും ചായയോ കടിയോ കഴിക്കുന്നവരായിരിക്കും അല്ലെ. എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ സ്ഥാപനങ്ങളിൽ KFC അതേപോലെ തന്നെ മാസ്റ്റർ. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ വലിയ വലിയ ഷോ ഉണ്ട്. നമ്മളിപ്പം ഇവിടെ $100 സ്പെൻഡ് ചെയ്യുമ്പോൾ പോയി KFC അറിയാതെ ഏതൊരു
അടുത്തായിട്ട് രണ്ടാമത്തെ റിസ്റ്റാണ് ക്രോസ് ട്രാൻസസ് അതേപോലെ തന്നെ ഡൊമൈനോട് തീർച്ചയായിട്ടുള്ള ലാസ്റ്റ് ആഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ആദ്യം വോട്ടിംഗ് അറിയാൻ മേലാതെ നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ഏതെങ്കിലും ഒരു കറൻസീസ് പറയും മെയിൻ ആയിട്ടുള്ള ഇങ്ങോട്ടേക്ക് മതി നമ്മുടെ ഇവിടെയൊക്കെയാണ് കിട്ടുന്ന ക്യാഷ് ഫോർ എക്സാമ്പിൾ ക്യാഷ് ഒരുമാതിരി ദാരിദ്ര്യം പിടിച്ചുള്ള ക്യാഷ് വരും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് സ്വർഗ്ഗമായിട്ട് അതേപോലെ നിർഭയമായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം നമ്മുടെ ഡെവലപ്മെന്റ് ആണ് ബേസിക്കലി മാനുഫാക്ചറിംഗ് ചെയ്യാൻ അതിന് പറഞ്ഞ പ്ലാസ്റ്റിക് അല്ലെ ഈ വണ്ടികൾ എന്താണ് ഇതിലൂടെ പക്ഷേ ഇൻഫർമേഷൻ എല്ലാ കാര്യങ്ങളും വേറെ വേറെ പെയിന്റിന്റെ അതേപോലെ തന്നെയാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നൈക്കി റീബോക്ക് അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ നൈക്കിയുടെ ഇപ്പം അവരെങ്ങനെയാണ് ഇന്ന് പറയുന്ന രാജ്യത്തിന്റെ വീട്ടിൽ നൈക്കിയുടെ ബ്രാൻഡിന്റെ ഇതാണ് സിമ്പിൾ നമ്മൾ കണ്ട് നമ്മൾ മേടി പാക്കിൽ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന കാര്യം പല അതിനെയാണ് അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ പഠിച്ചു ലൈസൻസിംഗിൽ പഠിക്കുന്ന ഒരു രണ്ട് കാര്യം ഒരു ഡെവലപ്പ് നേഷൻ ആ കമ്പനി മനസ്സിലാക്കുന്ന ബിഗ് കുട്ടികളുടെ ബ്രാൻഡിമെന്റ് വഴി അടുത്തായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ട് ഒരു ടോപ്പിക് ഒരു സ്റ്റേറ്റ് കമ്പനി ഫ്രെയിമിന് ജോയിൻ അതല്ലെങ്കിൽ കമ്പനി എ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി അതേപോലെ തന്നെ എ എന്ന് ഈ ഒരു കൺട്രി അതുപോലെ ഒരു ഇംഗ്ലീഷ് പറയാം പല രീതിയിൽ അതായത് ഇവിടെ എക്സാം ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഫുൾ സബ്സിഡറീസ് എന്താണ് ഈ ഓൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ എ എന്ന് പറയുന്ന ഒരു കമ്പനി അവൻ എന്ത് ചെയ്യാണ് അവൻ ഇന്റർനാഷണൽ ബി സബ്സിഡറി അതായത് അതിന്റെ ഫിനാൻഷ്യലോട് എന്ത് ചെയ്തു നേടും ഇവിടെ വെച്ചാൽ സബ്സിഡറി എന്ന് പറഞ്ഞാൽ ഒരു എവിടെയാണ് ഒരു സിവിൽ എടുക്കുന്ന ഏത് കമ്പനിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ട് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അവിടെ ഇരിക്കുന്നത് അതിന്റെ കണക്ക് നമ്മുടെ പഠിക്കാനുള്ള അടുത്തൊരു കാര്യങ്ങളൊക്കെ പ്രൊഫഷൻ ഇവിടെ വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ എന്ന് പറഞ്ഞ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കമ്പനികൾക്കും സ്വപ്നം ചില ക്രൈറ്റീരിയ കമ്പനിക്ക് വെക്കാവുന്ന ആ കാര്യങ്ങളാവും ഏറ്റവും ആദ്യം പഠിക്കാൻ ഏറ്റവും ആദ്യത്തെ ഡോക്യുമെന്റ് ആണ് റിസ്ക് നമ്മൾ ഈ പറയുന്ന കൊട്ടേഷൻ നമ്മൾ ഏതൊരു സാധനം മേടിയാലും കൊട്ടേഷൻ നമുക്കിപ്പോൾ ഒരു ടി വി മേടിക്കുന്ന സ്ഥാപനത്തിലോട്ടുള്ള കമ്പനി ഏത് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതുപോലെ കൊട്ടേഷൻ കൊട്ടേഷൻ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തായിരിക്കും ഇഷ്ടപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ടിവിയുടെ എക്സാമ്പിൾ ഏതാണ് ഈ സാധാരണ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നേരിട്ട് ഓർഡർ ചെയ്യുമ്പോഴാണോ അല്ല ആദ്യമേ ഇവിടെ എന്ന് പറയുമ്പോൾ പറഞ്ഞ സാധനം കണ്ടു ഇഷ്ടമായിട്ട് ആഡ് ചെയ്ത് ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യും ഇതൊരു ആമസോണിന്റെ ഒരു ചെറിയൊരു രണ്ട് കൺട്രീസ് തമ്മിലുള്ള കരാറാണ് റിട്ടേൺ അടിക്കണമെങ്കിൽ റിട്ടേൺ അടിക്കാം അങ്ങനെ ക്രെഡിറ്റ് കൊടുത്തു അതിന് പേയ്മെന്റ് ആയിട്ട് അത് ഗ്യാരണ്ടിയോടെ നാലാമത്താണ് അപ്ഡേറ്റ് ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ ചെയ്തു സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് അതാണ് റിപ്പോർട്ട് ലൈസൻസ് കിട്ടാനുള്ള ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ കൊടുത്ത് ബാങ്കിലായി കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുക അതുപോലെ അത് കഴിഞ്ഞാൽ തരുന്ന ആരാം പേയ്മെന്റ് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ നഷ്ടകാലത്തിന് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എക്സ്പോർട്ട് സ്റ്റെപ്പാണ് അതായത് നമുക്ക് ഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ അഡ്വാൻസോ പേജ് അടുത്തായിട്ട് എന്ത് ചെയ്തു അവിടുന്ന് സാധനം എത്തിച്ചു അതിന് പകരം എന്ത് ചെയ്യാണ് ഇവിടെ നമുക്ക് എന്താണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് വരെയോ അടുത്ത എന്താണ് പ്രൊഡക്ഷൻ ഓർ ഗുഡ്സ് നമ്മൾ ഇത്രയും ഗ്യാരണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പക്ഷേ ആരംഭിക്കുന്ന സാധനങ്ങൾ ചെയ്തു ഇനി അടുത്തായിട്ട് എന്താണ് നമ്മൾ പ്രീ ഷിപ്പ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുഴപ്പം നോക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഓൺലൈനായിട്ട് സാധനം ഇതേപോലെ കളഞ്ഞു ഇതുപോലെ ഫേക്ക് ആയിട്ട് കിട്ടാറുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രീ ഷിപ്പ് സ്ട്രോങ് ആയിരിക്കും മുന്നേ കറക്റ്റ് ആണ് എട്ടാമത് എക്സൈസ് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറഞ്ഞ ഗുഡ്സിന്റെ മേലെ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യാനുള്ള ബാധ്യത മാനുഫാക്ചറിംഗ് അത് വന്ന് കൺഫേം ചെയ്യേണ്ടതാണ് എക്സൈസ് കമ്പനി ചെയ്യാനുള്ളതാണ് എട്ടാം നെക്സ്റ്റ് ആണ് ഓപ്റ്റേറ്റ് അതായത് നമ്മൾ ഈ ഒരു ഗുഡ്സ് ഇതാണ് ഷിപ്പ് ചെയ്യാൻ ഒരു ലോട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അപ്പം അതുപോലെ തന്നെ പല നമ്മൾ സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും വേറെ പല കമ്പനികളും ഷിപ്പ് റിസർവേഷൻ ചെയ്യുക പാക്കേജിങ് ഫോർവേഡ് നാഷണലി നമ്മൾ ഫോർവേഡ് ആ റൂൾസ് ആൻഡ് പോളിസീസ് ഇൻഷുറൻസ് ട്രാവൽ ചെയ്ത് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞാൽ ആയിട്ടുള്ള ഇൻഷുറൻസ് അടുത്തായിട്ടാണ് കസ്റ്റംസ് നമുക്കറിയാം കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിപ്പ് ഷിപ്പിംഗ് ഗുഡ്സ് കയറ്റുന്നതിന് മുന്നേ ആയി എല്ലാം ക്ലിയർ ആയി കസ്റ്റംസിലേക്ക് കഴിഞ്ഞു ഷിപ്പ് അടുത്ത 14 സ്റ്റെപ്പാണ് ഒബ്റ്റൈനിങ് മെയ്ഡ് റിസീപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ക്യാപ്റ്റൻ ഇഷ്യൂ ചെയ്യും അതായത് ഒരു അക്നോളജ്മെന്റ് അസൈൻമെന്റ് അടുത്തായിട്ട് പേയ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ഫ്രൈഡ് കണ്ടിട്ട് നമ്മൾ ഈ വണ്ടിയിലോട്ട് അതേപോലെ റൈറ്റ് പിടിച്ചാണ് പ്രിപ്പറേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിച്ചത് എന്തിന്റെ കീഴിൽ ഇത്രമായിട്ട് പഠിച്ചു തീർച്ചയായും നമുക്കറിയാം ഇത്രയും വലിയൊരു ബെസ്റ്റ് ആയിട്ട് വരിക നമുക്ക് ചില സ്റ്റെപ്സ് ഓവറോൾ ആയിട്ട് സാധാരണഗതിയിലുള്ള ഒരു സാധനങ്ങൾ പർച്ചേസ് ഇമാജിൻ ചെയ്താൽ തന്നെ കുറച്ച് അറിയാമായിരുന്നു ഇതിൽ നമ്മുടെ കൺട്രീസ് അതിന്റെ അടുത്തായിട്ട് നമ്മൾ കാണാതാണ് ഇപ്പോൾ ആദ്യമേ നമ്മൾ ട്രേഡിനെ പറ്റി എൻക്വയറി ചെയ്യാം നമ്മൾ എന്തിനാണ് എന്താണ് നമുക്ക് ആവശ്യം വന്നത് എന്താണ് അതേപോലെ തന്നെ എല്ലാ ഗുഡ്സും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ കാര്യങ്ങൾ അടുത്തായിട്ട് ഒപ്റ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് എങ്ങനത്തെ പേയ്മെന്റ് ആണ് US ഇന്ത്യൻ റുപ്പീസിലാണ് പേ ചെയ്യുന്നുണ്ടാകുക നെക്സ്റ്റ് ഓഫ് ക്രെഡിറ്റ് പേ ചെയ്യും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അത് അടുത്തത് അറേഞ്ച് ചെയ്യും നമുക്ക് പൈസ കൊടുക്കാൻ റിസീപ്റ്റ് നോൺ ഷെയർമെന്റ് എന്ന് പറയുമ്പോൾ ഷെയർ വൈസ് അടുത്താണ് റിട്ടയർമെന്റ് അറൈവൽ ഓഫ് ഗുഡ്സ് ആൻഡ് റിലീസ് കിട്ടുമ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ അത് സെൽ ചെയ്യും അതിന് വേണ്ടി വിനിയോഗിക്കും എന്തൊക്കെയാണ് ഫോറിൻ ട്രേഡിനെ ബേസിക്കലി ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളതാണ് ഇൻസെന്റീവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കെയർഫുള്ളി നോക്കി കഴിഞ്ഞാൽ ഇവിടെ 10 പറയുന്നത് ഒന്നാമതാണ് ഡ്യൂട്ടി ടു മാനുഫാക്ചറിംഗ് കണ്ടത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ പക്ഷേ എന്നാലും അഡ്വാൻസ് ലൈഫ് 100% അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ സപ്പോർട്ട് ഓഫ് ആദ്യത്തെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അടുത്തായിട്ട് ഇതൊക്കെ വെച്ചാൽ ഡീറ്റെയിൽസ് പേരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അമരങ്ങൾ നെക്സ്റ്റ് കമോഡിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെന്റ് ബേസിക്കലി വെച്ചാൽ ട്രഡീഷണൽ കമോഡിറ്റീസിനെ പിന്നെ അതിന്റെ എക്സ്പോർട്ട് സ്ഥാപനമാണ് അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് അറിയാമായിരിക്കും എന്തൊക്കെ കുറേ സ്ഥാപനങ്ങൾ കമോഡിറ്റീസ് എക്സ്പോർട്ട് തന്നെയാണ് ഇതൊക്കെ ഡീറ്റെയിൽസ് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ അവരുടെ ആ പേരിൽ തന്നെ സ്റ്റേറ്റ് ട്രേഡിംഗ് ഒരു വലിയ കോൺസെപ്റ്റ് ആണ് അതായത് വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ പേര് വിളിക്കാം ബേസിക്കലി ഇത് എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠി നാഷണൽ ബാങ്ക് ഫോർ ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതേപോലെ അതിന്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഫണ്ട് എക്സിസ്റ്റ് ആയത് 1940 ആണെന്ന് ഓർക്കുക ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേഷൻ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ് ഏറ്റവും മെയിൻ ഒരു ബ്രീഫ് ആയത് ഒരു നാഷണലി ട്രേഡ് ചെയ്യാൻ അതേപോലെ രണ്ടാമത്തെ ഒരു
മറ്റൊരു ഓർഗനൈസേഷൻ ആണ് ഡബിൾ ട്രേഡ് ഓർഗനൈസേഷൻ. ഇതിനെപ്പറ്റി ശരിക്കും തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവാം. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുമായി അതൊരു ബന്ധവും ഇല്ലാത്തതാണ്. കാര്യം ജസ്റ്റ് മനസ്സിലാക്കി എന്താണ് എസ്റ്റാബ്ലിഷ് പറഞ്ഞു. പിന്നെ അതേപോലെ ഈ പറഞ്ഞ ഫോം എന്തിനൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ട്രേഡും അതേപോലെ ട്രേഡിന്റെ യാതൊരു റിപ്പയർ ആയിട്ടുള്ള കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞത്. നമ്മൾ ജസ്റ്റ്